ഹലോ മക്കൾസ്, അപ്പം നമ്മുടെ ട്രയാങ്കിൾ ഡ്രോയിങ് അല്ലേ, ത്രികോണം നമ്മൾ വരയ്ക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: സി ഡി 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡി ഇ 5 സെൻറ്റിമീറ്റർ, കോൺ ഡി 60 ഡിഗ്രി. നമ്മൾ ആദ്യം തന്നെ നമ്മൾ റഫായിട്ട് പിക്ചർ വരയ്ക്കുകയാണ്. ഓക്കെ, സി ഡി ഇ 3 പോയിൻറ്റുകളാണ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ സി ഡി 5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ആൻഡ് ഡി ഇ ഉണ്ടോ 5 സെൻറ്റിമീറ്റർ. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കോൺ, അതായത് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഡി 60 ഡിഗ്രി. ഇതിൻ്റെ നടുക്കാണ്, തന്നിട്ടുള്ള രണ്ട് സൈഡിൻ്റെയും നടുക്കാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്കറിയാം 5 സെൻറ്റിമീറ്റർ അല്ലേ. നമ്മൾ 5 സെൻറ്റിമീറ്റർ ആദ്യം ഈ ഒരു സൈഡ് വരയ്ക്കണം. സി ഡി 5 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ, കറക്റ്റ് ഇതാ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, യെസ്. ഇനി 5 സെൻറ്റിമീറ്റർ സി ഡി. അപ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, 5 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുകയാണ്. പ്രൊട്രാക്ടർ എടുത്തിട്ട് ആംഗിൾ ഡി അല്ലേ, അപ്പോൾ ഡിയിലാണ് നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെക്കേണ്ടത്. അതുപോലെ ഈ സി ഡി എന്ന ലൈന് ഈ ലൈനിന് കറക്റ്റായിട്ട് വരണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലൈനിലാണ്, ഏത് ലൈനിലാണ് വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് നമ്മൾ 0 തൊട്ട് തുടങ്ങുന്ന സ്കെയിലാണ് നോക്കേണ്ടത്. 60 ഡിഗ്രിയാണ് നമുക്ക് 0, 10, 20 ഇങ്ങനെ 60യിൽ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഈ അടയാളപ്പെടുത്തിയ പോയിൻറ്റിലൂടെ ഈ ഒരു ഡിയിലാണ് നമ്മൾ ആംഗിൾ എടുത്തിട്ടുള്ളത് അല്ലേ, അതുകൊണ്ടാണ് ഡിയിൽ നിന്ന് തന്നെ നമ്മൾ ഈ പോയിൻറ്റിലൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഇ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ നമുക്കറിയാം ഡി ഇ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പോയിൻ്റാണ് നമ്മുടെ ഇ എന്ന് പറയുന്നത്. ഇനി ഇയും സിയും കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളെ ട്രയാങ്കിൾ റെഡി ആയിട്ടുണ്ട്. ഇത് 5 സെൻറ്റിമീറ്റർ. മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കണം കേട്ടോ, അളവുകളൊക്കെ അവിടെ എഴുതുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്.